അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നലൊരു വീഡിയോ പബ്ലിഷ് ചെയ്തായിരുന്നു. അതിനകത്ത് US നടക്കുന്ന ട്രേഡ് ഷോ അതിൻ്റെ ഒരു വിവരണം, ഞാൻ പോയ യാത്രയും പിന്നെ Airbnb പിന്നെ ഷോയ്ക്കകത്തുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊരു വിവരണം തന്നിരുന്നു. അപ്പം പല ആൾക്കാരും കമൻറ്റിൽ ഇട്ടിട്ടുണ്ട് പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലായില്ല, അതേപോലെ തന്നെ റെസ്റ്റ് ഏരിയക്ക് കാശ് കൊടുക്കണോ, പിന്നെ അങ്ങനെയുണ്ട്. അതായത് ആ ഷോയ്ക്കകത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്താണ് ശരിക്കും നടക്കുന്നത് എന്നുള്ളത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ചെറിയൊരു വീഡിയോ അതിൻ്റെ വിവരണം തരാൻ വേണ്ടി മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, വളരെ ചെറിയൊരു വീഡിയോ ആണിത്. ഓക്കെ, ഈ ട്രേഡ് ഷോ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ട്രേഡ് ഷോ നടക്കാറുണ്ട്. ഒന്ന്, നമ്മൾ ഹോൾസെയിലിൽ വലിയ ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ പല നാട്ടിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത്, അതായത് ആഫ്രിക്കയിൽ നിന്നാലും ചിലപ്പം യൂറോപ്പ്, റഷ്യ, ഇത് അമേരിക്കയിൽ ഇമ്പോർട്ട് ചെയ്താൽ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, പല സ്ഥലങ്ങളിൽ നിന്ന് ഈ സംഗതികൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ കടകൾ നടത്തുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ടി സാധനങ്ങൾ സപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് ഈ ഹോൾസെയിൽ ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കടകളുള്ള ആൾക്കാർ, ലൈസൻസ് ഉള്ള, റീറ്റെയിലായിട്ട് വിൽക്കാൻ ലൈസൻസ് ഉള്ള ആൾക്കാർ, അവർ എല്ലാവരും അവിടെ വന്നിട്ട് നമ്മുടെ നിന്ന് ഈ ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വലിയ തോതിൽ ഹോൾസെയിൽ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിക്കും. ഇതാണ് ഹോൾസെയിൽ ഷോ. അപ്പോൾ ഈ ഹോൾസെയിൽ ഷോ ആയാലും റീറ്റെയിൽ ഷോ ആയാലും ഇതിന് ഓർഗനൈസേഴ്സ് ഉണ്ട്. അതായത് ചില കമ്പനികളുണ്ട് ഈ ഷോ ഓർഗനൈസ് ചെയ്യുന്നത്. ഈ ചെറുതും വളരെ ചെറുതും അതുപോലെ തന്നെ മീഡിയം സൈസിലെയും ഭയങ്കര വലിയ ഷോകളും, ഇതൊക്കെ ഷോ എല്ലാ മാസവും ഇവിടെ എല്ലാ സിറ്റികളിലും, അല്ലെങ്കിൽ പല സിറ്റികളിൽ നിന്ന് പറയാം, പല സിറ്റികളിലും ഷോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ ഇലക്ട്രിക്കൽ ഗുഡ്സിൻ്റെ ആയിരിക്കും ഷോ, ചിലപ്പോൾ ഡയമണ്ടിൻ്റെ ആയിരിക്കും ഷോ, ചിലപ്പോൾ ജുവലറി മാത്രമായിരിക്കും, പിന്നെ ക്ലോത്തിങ്ങിൻ്റെ മാത്രമായിരിക്കും, അതായത് നമ്മൾ കുപ്പായത്തിൻ്റെ, പിന്നെ ലെതർ ഗുഡ്സിൻ്റെ ആയിരിക്കാം, പിന്നെ അതുപോലെ തന്നെ ടൂൾസിൻ്റെ, ഇങ്ങനെ ഷോ, പിന്നെ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടറിൻ്റെ, ഇതെല്ലാം ഷോ ഇങ്ങനെ എല്ലാ സിറ്റിയിൽ നിന്ന് പറയാൻ പറ്റില്ല, പക്ഷേ മേജർ സിറ്റികളിൽ ഷോ നടന്നുകൊണ്ടിരിക്കും. അപ്പം ഇന്നലെ നമ്മൾ പോയ ഷോ ഒരു ഹോൾസെയിൽ ഷോ ആണ്. അവിടെ റീറ്റെയിലേഴ്സ് വന്ന് സാധനം വാങ്ങിക്കും. പിന്നെ അത് ഹോൾസെയിൽ ഷോ. ഇതിനകത്ത് ആൾക്കാർ ആ പ്രോഡക്റ്റ് കാണിച്ചതിനകത്ത് മെയിൻലി ജുവലറിയാണ്. അതായത് ഓൾറെഡി ഈ ഉണ്ടാക്കിയ ഓൾറെഡി ഫിനിഷ്ഡ് ഗുഡ്, ഇയറിങ്സ്, റിങ്സ്, മോതിരങ്ങൾ, കമ്മൽ, പിന്നെ അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്, പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പം അത് സിൽവറിൻ്റെ ഉണ്ടാവും, ഗോൾഡിൻ്റെ ഉണ്ടാവും, ഡയമണ്ടിൻ്റെ ഉണ്ടാവും, ഇതെല്ലാം അവിടെ ഉണ്ട്. ജുവലറിയാണ് മെയിൻ ഐറ്റം. പിന്നെ ഉള്ളത് ജുവലറി ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ. അതിനകത്ത് ഈ ബീഡ്സ് ഉണ്ട്, അതായത് മുത്തുകൾ, പല തരത്തിലുള്ള മുത്തുകൾ. അത് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടു കാണും. ചൈനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മുത്തുകൾ വരുന്നത്. കൂടാതെ പിന്നെ ഏഷ്യൻ കൺട്രീസ്, ഇന്ത്യയിൽ നിന്നും വരുന്നുണ്ട്, പിന്നെ ഇന്തോനേഷ്യയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം മുത്തുകളുടെ ആൾക്കാർ, മുത്ത് വിൽക്കുന്ന ആൾക്കാർ, അത് മുത്തെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം റൗണ്ടിലെ മുത്തായിക്കൊള്ളുന്നില്ല, പല ഷേപ്പിൽ, പല മെറ്റീരിയൽ, ചിലത് പ്ലാസ്റ്റിക് ആകാം, ചിലത് നാച്ചുറൽ സ്റ്റോൺസ് ആകാം, ചിലത് പിന്നെ ഈ സിൽവർ ആകാം. ഇങ്ങനെ പല തരത്തിലുള്ള മെറ്റീരിയലിലും ഷേപ്പിലും സൈസിലുമുള്ള മുത്തുകളും, അത് ജുവലറി കമ്പോണൻസ്, ജുവലറി ഉണ്ടാക്കാനുള്ള കമ്പോണൻസ്, അതാണ് വലിയൊരു സെക്ഷൻ. അപ്പോൾ ജുവലറിയുടെ കമ്പോണൻസായി, അതായത് അതിന് ഇവിടെ വേറൊരു കാര്യം പറയും, ബീഡ്സ് എന്ന് പറയും. കൂടാതെ ഈ കമ്പോണൻസിന് ഇവിടെ ഫൈൻഡിങ്സ് എന്ന് പറയും, ഫൈൻഡിങ്സ്. അപ്പോൾ ജുവലറി, പിന്നെ ബീഡ്സ്, പിന്നെ ഫൈൻഡിങ്സ്. കൂടാതെ നമ്മുടെ ഐറ്റം എന്ന് വെച്ചാൽ അത് ഈ കല്ലുകളാണ്, വലിയ വലിയ കല്ലുകൾ. ആ കല്ലുകൾ ആൾക്കാർ ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒരു കൂട്ടർ അവരുടെ വീട് സജ്ജീകരിക്കാൻ വേണ്ടി നാച്ചുറലായിട്ടുള്ള കല്ലുകൾ അവർ വീട്ടിൽ പല സ്ഥലങ്ങളിലും വെക്കും. ഒന്നെങ്കിൽ അവരുടെ ടേബിളിൻ്റെ പുറത്തോ, അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഓഫീസിൻ്റെ ടേബിളിൻ്റെ പുറത്തോ, അല്ലെങ്കിൽ വീട്ടിൽ ഈ കയറുമ്പോഴുള്ള, അതായത് ഗമൻഡ് വലിയ ഒരാളിൻ്റെ ഹൈറ്റുള്ള അങ്ങനെയുള്ള കല്ലുകളുമുണ്ട്. ഇത് അവർ ബാക്ക് യാർഡിൽ വെക്കും. അതുപോലെ തന്നെ ഡെക്കറേഷൻ, എവിടെയൊക്കെ ഡെക്കറേഷൻ ആവശ്യമുണ്ടോ, നാച്ചുറൽ സ്റ്റോൺ ഇഷ്ടമുള്ള ആൾക്കാർ അത് വാങ്ങിച്ച് ഡെക്കറേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഐറ്റം ഡെക്കറേഷൻ ഐറ്റമാണ്.
കൂടാതെ സ്റ്റോൺ ഇവിടെ ഈ കളക്റ്റിബിൾ എന്ന് പറയും. ചില ആൾക്കാർ കളക്ട് ചെയ്യും. അതായത് പല ഈ പേരിലുമുണ്ട്. ഈ സ്റ്റോണ് പല പേരിലുമുണ്ട്. ആക്വമറീൻ, അമെത്തിസ്റ്റ്, പെരിഡോ, റൂബി, സിട്രീൻ, പിന്നെ സഫയർ, ഇങ്ങനെ പല പേരിലുകളും ഉണ്ട് ഈ സ്റ്റോൺസ്. അപ്പോൾ ഈ സ്റ്റോൺസ് കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ കളക്ഷനിൽ എല്ലാ സ്റ്റോൺസും ഉണ്ടാവും. ഓക്കെ, അപ്പം ഒന്ന് കളക്ടേഴ്സാണ്, ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസാണ്. കൂടാതെ മൂന്നാമതൊരു കാറ്റഗറി, ഇവിടെ ചില ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് ചില സ്റ്റോണിന് ബർക്കത്ത് കൊണ്ടുവരാൻ പറ്റും, ചില സ്റ്റോണിന് സമാധാനം കൊണ്ടുവരാൻ പറ്റും, ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അങ്ങനെയുള്ളൊരു കാര്യം പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമ്മുടെ അടുത്ത് ആര് വാങ്ങുവാൻ വരും എന്നുള്ളത് നമ്മൾ നോക്കുന്നുമില്ല. ആൾക്കാർ വരുന്നു, നമ്മുടെ സാധനം വാങ്ങിക്കുന്നു, നമ്മൾ സാധനം വിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ഐറ്റം സ്റ്റോൺസ് ആണ്. അപ്പോൾ ആ ഷോയ്ക്കകത്ത് നിങ്ങൾക്ക് പല ഐറ്റം കാണാം. നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷന് വേണ്ടി ഈ ഐറ്റംസ് ഒരു ഓവറോൾ നോളജിന് വേണ്ടി ഞാൻ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ പല തരത്തിലുള്ള ഐറ്റംസ് ഒന്നുകൂടെ ഒന്ന് ക്ലോസപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു പ്രോഡക്റ്റ് ലൈനിൻ്റെ എക്സ്പ്ലനേഷനാണ്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് അമെത്തിസ്റ്റ് എന്ന് പറയുന്ന ഒരു കല്ലാണ്. അതിപ്പോൾ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് ക്രിസ്റ്റൽസ് കാണാം. ഇത് ആൾക്കാർ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കും. ഇവിടെ മുമ്പിൽ കാണുന്നത് നമ്മുടെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഐറ്റംസാണ്. ഇത് കല്ലുകൾ അപ്പോഫിലൈറ്റ്, സിയോലൈറ്റ് എന്നാണ് മെയിൻ പേര്, സിയോലൈറ്റ്. അതിനകത്ത് പല കളറിലും ഉള്ള ഐറ്റംസ്. ഇത് കാണുന്നത് ഗ്രീൻ അപ്പോഫിലൈറ്റ് ആണ്. ഓക്കെ, പുറകിൽ കാണുന്നത് ക്ലിയർ അപ്പോഫിലൈറ്റ്. ഈ അപ്പോഫിലൈറ്റ് എന്ന് പറയും. ഈ പർപ്പിൾ ഐറ്റംസ് വരുന്നത് അധികവും ബ്രസീൽ, അതേപോലെ തന്നെ ഉറുഗ്വയ്, ബ്രസീലിൻ്റെ അടുത്ത് കിടക്കുന്ന ഉറുഗ്വയിൽ നിന്നാണ്. ഇതെല്ലാം ഇന്ത്യയുടെ ഐറ്റംസാണ്. അപ്പോഫിലൈറ്റ് എന്ന് പറയുന്ന ഐറ്റംസ് ഡെക്കറേറ്റീവ് ഐറ്റംസാണ്. ചില ആൾക്കാർ കളക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇതൊരു നമ്മുടെ തെലങ്കാന ഭാഗത്തു നിന്നുള്ള ഫാൻറ്റം ക്വാർട്സ് ആണ്. തെലങ്കാന സൈഡിലാണ് ഇത് വരുന്നത്. ഇതൊന്നും എല്ലായ്പ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. ചിലപ്പോൾ ആ ഒരു മൈൻ തുറക്കും അടക്കും. ഇതെല്ലാം അമെത്തിസ്റ്റ്, പല ഷേപ്പിലും അതുപോലെ തന്നെ സൈസിലുമുള്ള അമെത്തിസ്റ്റാണ്. കണ്ട, ചെറുതുണ്ട്, വലുതുണ്ട്. ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന ഇതിന് പറയുന്നത് കത്തീഡ്രൽ എന്ന് പറയും. കത്തീഡ്രൽ നമ്മുടെ ഈ ക്രിസ്ത്യൻ പള്ളിയുടെ ഒരു ഇതുണ്ടല്ലോ, മിനാററ്റ്. അപ്പോൾ അതിന് കത്തീഡ്രൽ എന്നാണെന്ന് പറയുന്നത്. ഈ കത്തീഡ്രൽ എന്നുള്ള പേരാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം അമെത്തിസ്റ്റ് കത്തീഡ്രലാണ്. ഓക്കെ, സൈസിലും ഷേപ്പിലും ഇതെല്ലാം അമെത്തിസ്റ്റ് കത്തീഡ്രൽ. പിന്നെ ചിലത് ഈ ഇടയ്ക്ക് കാണുന്നത് ഈ ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്റ്റാൻഡ് തന്നെ അവർ ഉണ്ടാക്കി, മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ മൈൻ ചെയ്യുന്ന ആൾക്കാർ അത് സ്റ്റാൻഡിൽ തന്നെ പിടിപ്പിച്ച് കൊടുക്കും. അപ്പം ഈ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് വീട്ടിൽ കൊണ്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേറൊന്നും നോക്കണ്ട, എല്ലാം റെഡിയാണ്. ഇത് പിങ്ക് അമെത്തിസ്റ്റ് എന്ന് പറയും. ഇതും ബ്രസീലിൽ നിന്നാണ്. അപ്പോൾ ഇതെല്ലാം ജെം സ്റ്റോണാണ് കാണുന്നത്. ഇതെല്ലാം സെയിം തിങ് അമെത്തിസ്റ്റാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കല്ലാണ്. അതിൻ്റെ കളറ് കണ്ട് ആൾക്കാർ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു സംഗതിയാണ് അമെത്തിസ്റ്റ്. ഇത് ആക്ച്വലി അമെത്തിസ്റ്റ് എന്ന് പറയുന്നതും ക്വാർട്സ് ആണ്. ഈ മഞ്ഞ നിറത്തിൽ കാണുന്നതും ക്വാർട്സ് തന്നെയാണ്. ഈ മഞ്ഞ നിറമാകുമ്പോഴത്തേക്ക് അതിന് പറയും സിട്രീൻ എന്ന് പറയും, സിട്രീൻ. ഓക്കെ, ഇതെല്ലാം ഇന്ത്യയുടെ ഐറ്റംസാണ്. മഹാരാഷ്ട്ര, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പരിസരത്തുള്ള ഐറ്റംസാണ്. ഇത് ബ്രസീൽ ഐറ്റമാണ്, പിങ്ക് അമെത്തിസ്റ്റ്. ബാക്കി നിങ്ങൾ കാണുന്നത് എല്ലാം ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള ഐറ്റംസാണ്. ഓക്കെ, കണ്ട, ഇത് കളറ് കണ്ട, ഇതെല്ലാം കണ്ടാൽ നാച്ചുറലി ഇതിൻ്റെ പുറകിലൊരു ക്രിയേറ്റർ ഇല്ല, ഇതിൻ്റെ പുറകിലൊരു ഡിസൈനർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് സിംബാബ്വെ എന്ന് പറയുന്ന ആഫ്രിക്കൻ കൺട്രിയിൽ ചെയ്ത ഐറ്റംസാണ്. അവിടെ നിന്ന് ഉള്ള ഐറ്റംസാണ്. ഇത് കല്ലിൻ്റെ പേര് സെർപ്പൻറ്റീൻ എന്നാണ്. സെർപ്പൻറ്റീൻ സിംബാബ്വേയിൽ. ആ എലഫൻറ്റിൻ്റെ ഒരു ഹേർഡ് കണ്ടല്ലോ, എലഫൻറ്റിൻ്റെ കൂട്ടം. ഓക്കെ, അത് ഒറ്റ കല്ലിൽ തീർത്തതാണ്. മ്യൂസിയം ക്വാളിറ്റി ഐറ്റമാണ്. ഇത് കാണുന്നത് ഇത് കടലിൻ്റെ താഴെയുള്ള ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ഭാഗത്ത്, അവിടെ കടലിൻ്റെ താഴെ സൗത്ത് പസഫിക് എന്ന് പറയും. അവിടുത്തെ കടലിൻ്റെ താഴെയുള്ള ഈ കോറലും അങ്ങനെയുള്ള ഐറ്റംസാണ്. ഇത് കടലിൻ്റെ താഴെ നിന്നുള്ള ഐറ്റംസാണ്. ഓക്കെ, പിന്നെ ഇതെല്ലാം ജനറലി ആൾക്കാർ ഇതിന് ക്രിസ്റ്റൽസ് എന്ന് പറയും. ചില ആൾക്കാർ കളക്ട് ചെയ്യും, ചില ആൾക്കാർ ഇതിനകത്ത് അവർക്കെന്തോ ശക്തി, എനർജി ഉണ്ട് എന്ന് ചില ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വിൽക്കുന്നത് അതായത് കളക്റ്റിബിൾ എന്നുള്ള നിലയിലാണ്. ഒന്ന് നമ്മൾ
പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ താഴെ ഇരിക്കുന്ന ബ്ലൂ ഐറ്റംസ് ഇത് ചൈനയിൽ നിന്നാണ്. ആക്ച്വലി ഒറിജിനൽ മൊറോക്കോ ആയിരിക്കാം, പക്ഷേ ചൈനയിലാണ് കട്ട് ചെയ്തത്. ഇത് ബ്രേസ്ലെറ്റ്സ് ആണ്. ഈ പല നാച്ചുറൽ സ്റ്റോൺസിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബ്രേസ്ലെറ്റ്സ് ആണ്. പല സൈസിലുണ്ട്. 6 മില്ലിമീറ്റർ, 8 മില്ലിമീറ്റർ, 10 മില്ലിമീറ്റർ, അങ്ങനെ പല സൈസിലുള്ള ബ്രേസ്ലെറ്റ്സ്. ഇത് പെറു എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന, അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇയറിങ്സ് ആണ്. ഇത് എല്ലാം പെറുവിൻ്റെ ഐറ്റംസ് ആണ്. കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ്, പല ഷേപ്പിൽ. ഇത് ജുവലറി. ഇതും പല ഈ പച്ച കളർ എന്ന് പറയുന്നത് അത് മെലക്കായിട്ടാണ്. ഈ ബ്രൗൺ കാണുന്നത് ആംബർ ജുവലറിയാണ്. പെൻഡൻ്റ് ഉണ്ട്, ഇയറിങ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ റിങ്സ്. ഇതെല്ലാം നാച്ചുറൽ സ്റ്റോണിലുണ്ട്. ഇതുണ്ട്, ഇത് അമെത്തിസ്റ്റാണ്. നമ്മൾ നേരത്തെ കണ്ട കല്ല്, അത് അമെത്തിസ്റ്റിൻ്റെ റിങ്സ്, സിട്രീൻ്റെ റിങ്സ്, ഇങ്ങനെ പല കല്ല് കൊണ്ടുണ്ടാക്കിയ റിങ്സ്. പിന്നെ ചെയിൻ തന്നെ ഒരു പല ഡിഫറെൻറ്റ് സ്റ്റൈലിലെ ചെയിൻസ് ഉണ്ട്. അതായത് കനം കൂടിയത്, കനം കുറഞ്ഞത്, കൂടാതെ പല ഡിഫറെൻറ്റ് ഡിസൈനിലെ ചെയിൻസ് ഉണ്ട്. ഇതെല്ലാം സിൽവറാണ്, ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഇതാണ് സ്റ്റെർലിംഗ് സിൽവർ റിങ്സ് ആണ്. ഇതെല്ലാം സൈസ് വൈസ് സോർട്ടഡ് ആണ്. കല്ലുള്ളതും കല്ലില്ലാത്തതും എല്ലാം ഉണ്ട്. ഇതൊരു ജനറൽ ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഞാൻ തന്നത്. ജുവലറി, ക്രിസ്റ്റൽസ്, കാർവിങ്സ് എന്ന് പറയും, പിന്നെ ഡിസ്പ്ലേ ഐറ്റംസ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.